അപ്പം അടുത്തൊരു നഴ്സിംഗ് എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഫംഗ്ഷൻ? അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കണം, ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A, B, C, D ഓപ്ഷൻസ്. അപ്പൊ എ, അറേഞ്ച് ഫോർ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻസ് ഓഫ് കോളേജസ് ഇൻ റെസ്പെക്ടീവ് സ്റ്റേറ്റ്. ബി, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കോൺഫറൻസ് ആൻഡ് സെമിനാർസ് കണ്ടക്ടഡ് ബൈ നഴ്സിംഗ് കോളേജ്. മേക്ക് പോളിസീസ് ഫോർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രാക്ടീസ്. റിക്രൂട്ട് നഴ്സിംഗ് പേഴ്സണൽ ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സ്റ്റാച്യുററി ബോഡിയാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 വന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാച്യുററി ബോഡിയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അപ്പൊ ഇതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ആൻസർ പറയുന്നുണ്ട്. CA എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ഫംഗ്ഷൻസ് ആദ്യമേ നമ്മൾ പഠിക്കണം, എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അപ്പൊ നോക്കൂ, നമ്മൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് റെഗുലേറ്ററി ഫംഗ്ഷൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ പരമായിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, ക്വാളിറ്റി നഴ്സിംഗ് കോളേജസിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, പോളിസി ഉണ്ടാക്കാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസില് മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ഫംഗ്ഷൻ, അതായത് നമ്മളെ സിലബസ്, കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടത്, യൂണിഫോം സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടത്, അല്ലെ? രണ്ടാമത്തത് രജിസ്ട്രേഷൻ പരമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെ? മൂന്നാമത്തത് ക്വാളിറ്റി മോണിറ്റർ ചെയ്യുക. നാലാമത്തത് പോളിസി ഉണ്ടാക്കുക. പിന്നെ കോഡ് ഓഫ് എത്തിക്സ്, ഒരു നേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം, അവനവന്റെ ഹോസ്പിറ്റലിൽ എങ്ങനെ പ്രവർത്തിക്കണം, പ്രൊഫഷണലായിട്ട് എങ്ങനെ, കോഡ് ഓഫ് എത്തിക്സ് തരുന്നത് അതൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ CNE പ്രോഗ്രാംസ്, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ പറയുന്നുണ്ട് ക്രെഡിറ്റ് അവേഴ്സ് വേണമെന്ന്. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ആയാലും അവർ CNE കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സ്കില്ല് പ്രൊമോട്ട് ചെയ്യാൻ നഴ്സസിന്റെ. അപ്പൊ ഇതൊക്കെയാണ് നഴ്സുമാരുടെ ഫങ്ഷൻസ്. അപ്പൊ നോക്കൂ, ഇതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ: അറേഞ്ച് ഫോർ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻസ് ഓഫ് കോളേജസ് ഇൻ റെസ്പെക്ടീവ് സ്റ്റേറ്റ്സ്. ബി, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കോൺഫറൻസ് സെമിനാർസ് കണ്ടക്ട് ബൈ നഴ്സിംഗ് കോളേജ്. 3, മേക്ക് പോളിസീസ് ഫോർ nursing education and practice. D, recruit nursing personnel in hospital. Make policies for nursing education and practice ആണ് ഇതിനകത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത്. പക്ഷേ C ആണോ? അവര് പോളിസി ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്നുണ്ട് പോളിസി ഉണ്ടാക്കാൻ വേണ്ടി. അവർ സ്വയമേ പോളിസി ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഡിയും റിക്രൂട്ട് നഴ്സിംഗ് പേഴ്സണൽ ഇൻ ഹോസ്പിറ്റൽസ്, തീർച്ചയായിട്ടും അതുമല്ല ഓപ്ഷൻസ്. അപ്പം റിക്രൂട്ട് നഴ്സിംഗ് പേഴ്സണൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരിക്കലും റിക്രൂട്ട് ചെയ്യുന്നില്ല നഴ്സിംഗ് പേഴ്സണൽസിനെ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യമാണ്, പക്ഷെ ഇത് രണ്ടുമാകാം, സിയും ആകാം ഡിയും ആകാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇത് ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അവരതിനകത്ത് ആൻസർ പറഞ്ഞേക്കുന്നത് C എന്നാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് സിയും പറയാം ഡിയും പറയാം, നമുക്കൊരു വർക്ക്ഔട്ട് സെഷൻ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരിക്കലും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരത്തില്ല. പക്ഷെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഫംഗ്ഷൻ, റിക്രൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലേക്കും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നില്ല. അപ്പം ഡി ആണ് ആൻസർ വരേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് മേക്ക് പോളിസീസ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരിക്കലും പോളിസി ഉണ്ടാക്കുന്നില്ല. പോളിസി ആരാ ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ് ആണ് ഉണ്ടാക്കുന്നത്. ആ ഗവൺമെന്റിന് ആ പോളിസി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ഇതൊരു എക്സാം പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവരുടെ ആൻസർ C ആയിരുന്നു. സിയും ആകാം ഡിയും ആകാം. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ MSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്കറിയാം ആരേക്ക്? രാജ്കുമാരി അമൃത് കോളേജ് ഓഫ് നഴ്സിംഗ്, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ആരേക്ക് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 1959, 1948, 1946, 1970. ഏതായിരിക്കും ആൻസർ? അപ്പൊ ഈ 1959 ആരേക്ക് അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ആദ്യമായിട്ട് MSc നഴ്സിംഗ് പ്രോഗ്രാം 1959 സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം 1968 CMC വെല്ലൂർ സ്റ്റാർട്ട് ചെയ്തു. 1986 MPhil ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് RAK കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. PhD ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതും RAK കോളേജ് ഓഫ് നഴ്സിംഗിലാണ് 1992. അപ്പൊ ഇങ്ങനെ എന്തും ചോദിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ MSc പറഞ്ഞു പോയപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അറിവിലേക്കായി MPhil ഇപ്പൊ ഇല്ല.
എനിക്ക് തോന്നുന്നു UGC-യുടെ ലാസ്റ്റ് നിയമം അനുസരിച്ച് ഞാനും എംഫിൽ ഞാൻ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. അപ്പൊ എംഫില് എനിക്ക് തോന്നുന്നു 2021 22 ആ സമയത്ത് ലാസ്റ്റ് ആണ്. ഇപ്പൊ എംഫിൽ ഇല്ല, MSc കഴിഞ്ഞാൽ ഡയറക്റ്റ് PhD ആണുള്ളത്. അപ്പം അത്രയും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, ട്രെയിൻ നഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഫോം ചെയ്തത്? ട്രെയിൻ നഴ്സ്, TNA എന്ന് പറഞ്ഞാൽ ട്രെയിൻ നഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ്. എന്നാണ് ഈ അസോസിയേഷൻ ഫോം ചെയ്തത്? ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അപ്പം ട്രെയിൻ നഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ പോലെ ശരിയാണ്. 1908 ലക്നൌവിലെ നഴ്സസ് കോൺഫറൻസിൽ ആണ് 1908 ട്രെയിൻ നഴ്സ് അസോസിയേഷൻ ഇന്ത്യ ആദ്യമായിട്ട് ഫോം ചെയ്തത്. ആദ്യമായിട്ട് ഇതിനെ വിളിച്ച പേര് അസോസിയേഷൻ ഓഫ് നഴ്സിംഗ് സൂപ്രണ്ട്സ് എന്നായിരുന്നു 1905. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ TNA ആയിട്ട് റീനെയിം ചെയ്തത് 1908. അപ്പം നിങ്ങൾക്കറിയാം TNA എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റഡ് ടു ഇന്റർനാഷണൽ കൗൺസിൽ നഴ്സസ് ആണ്. കോമൺവെൽത്ത് നഴ്സ് ഫെഡറേഷനുമായിട്ട് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലജ്പത് നഗർ, ന്യൂഡൽഹിയാണ്. അവിടെ സ്വന്തമായിട്ട് നഴ്സസ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലെയിനും ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു TNA കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത്, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ നഴ്സസ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1 ജൂലൈ 1899 ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് വിമൻ ഡേ ലണ്ടനിൽ മീറ്റിംഗ് നടന്നായിരുന്നു. ആ മീറ്റിംഗിന്റെ ഫലമായിട്ടാണ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ഫോം ചെയ്തത്. ഇതിനകത്ത് ഇവരുടെ ഫസ്റ്റ് ICN പ്രസിഡന്റ്, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ഈത്തൽ ബെഡ്ഫോർഡ് ഫെൻവിക് എന്ന് പറയുന്ന ഒരു UK സ്വദേശിയായിരുന്നു. യുകെയിലെ നേഴ്സായിരുന്നു ഇതിന്റെ ഫൗണ്ടർ മെമ്പർ. പിന്നെ ഇതിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞത് ലെവീനിയ ഡോക്ക് എന്ന് പറയുന്ന USA-യിലുള്ള നേഴ്സായിരുന്നു ഇതിന്റെ സെക്രട്ടറി. ഇതിന്റെ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് സ്വിറ്റ്സർലൻഡിലാണ്, ജനീവ. എത്രയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ICN. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഫസ്റ്റ് 4-year BSc നഴ്സിംഗ് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ഓപ്ഷൻസ് A, ഓപ്ഷൻ B, ഓപ്ഷൻ C, ഓപ്ഷൻ D. ഫസ്റ്റ് ജൂലൈ 1946 ഫസ്റ്റ് 4-year BSc നഴ്സിംഗ് പ്രോഗ്രാം കോളേജ് ഓഫ് നഴ്സിംഗ് ഡൽഹിയിലാണ് അന്ന് ഇത് കോളേജ് ഓഫ് നഴ്സിംഗ് ആയിരുന്നു. ഇന്ന് ആ കോളേജ് ഓഫ് നഴ്സിംഗ് അറിയപ്പെടുന്ന പേര് രാജ്കുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജാണ് രാജ്കുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ജൂലൈ 1946 നിങ്ങളുടെ ആൻസർ C is ആൻസർ. നോക്കൂ, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C, ഓപ്ഷൻ D. നേരത്തെ പറഞ്ഞു 1899 ഇന്റർനാഷണൽ കൗൺസിൽ നഴ്സസ് വന്നതെന്നും. ഓപ്ഷൻ A